വരാൻ പോകുന്നത് UDF ആണ് എന്നത് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുര വരെ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. മുൻ KPCC പ്രസിഡന്റ്, മുൻ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം, KSU യൂത്ത് കോൺഗ്രസ് മുതൽ സംഘടനയുടെ എല്ലാ സ്ഥാനങ്ങളും തലപ്പത്തെ സ്ഥാനങ്ങൾ അലങ്കരിച്ച ഒരു വലിയ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് എന്തും സംഭവിക്കാം. UDF ജയിച്ചാൽ ഈ പരിഗണിക്കപ്പെട്ട 3 പേരും, രമേശ് ചെന്നിത്തലയാകട്ടെ, VD സതീശനായിക്കൊള്ളട്ടെ, KC വേണുഗോപാലും നായർ സമുദായത്തിന്റെ അംഗങ്ങളാണ്. അതേസമയം ഈഴവ സമുദായത്തിലെ സമുന്നതനായ ഒരു അംഗം, ഒരു നേതാവ്, അദ്ദേഹം അടൂർ പ്രകാശ്, അദ്ദേഹത്തിന് കോന്നി സീറ്റ് മത്സരിച്ചാൽ കോന്നിയിൽ ജയിക്കാൻ പറ്റുമായിരിക്കാം, മന്ത്രിസഭയിൽ അംഗവുമാകും, മുഖ്യമന്ത്രി പദവിയിലേക്ക് വേണ്ടി പോലും പരിഗണിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വമുണ്ട്. അദ്ദേഹം വളരെ വലിയ താല്പര്യപ്പെട്ടു. K സുധാകരനും തീയ സമുദായത്തിൽ നിന്ന് വരുന്ന ഒരാളല്ലേ, ഈഴവ സമുദായത്തിന്റെ ഒരു വിഭാഗം തന്നെയല്ലേ. അപ്പൊ അങ്ങനെ പരിഗണിക്കാൻ തങ്ങൾക്കുമുണ്ട്. അപ്പൊ ഈഴവ സമുദായം ഇസ് ദ സിംഗിൾ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി ഇൻ കേരള. 27-28% of Kerala voters belong to ഈഴവ കമ്മ്യൂണിറ്റി. Nayars constitute only 13-14%. അപ്പൊ അവിടെ ഒരു ഈഴവ സമുദായത്തിൽ നിന്ന് ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടുന്നു എന്ന് പറയണമെങ്കിൽ അത് വടക്കൻ കേരളമാണെങ്കിൽ അത് സുധാകരനും, തെക്കൻ കേരളമാണെങ്കിൽ അടൂർ പ്രകാശുമാണ് പ്രധാനമായി. സർ, ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയാണ് സർ, അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ബാക്ക് അവരുടെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അവർ കൂടുതലും ബാക്ക് ചെയ്യുന്നത് ലെഫ്റ്റിനെ ആണെന്ന് ഞാൻ പറയാം. ഇപ്പൊ അല്ല, ആയിരുന്നു എക്കാലത്തും. അതെ, ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ, പ്രത്യേകിച്ച് CPMന്റെ ബാക്ക് ബോൺ വാസ് ദി വോട്ട്സ് given to them by ഈഴവ കമ്മ്യൂണിറ്റി. ഇന്ന് ആ സാഹചര്യം മാറിയിരിക്കുന്നു. ഇപ്പോഴും മഹാഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് തന്നെയാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയുടെ ചില ഭാഗങ്ങൾ, കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ല, അവിടെയൊക്കെ നല്ല മേൽക്കൈ നേടാൻ LDFന് കഴിയുന്നത് ഈഴവ വോട്ടുകൊണ്ടാണ്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ ചെറിയ തോതിലെങ്കിലും BJPയിലേക്ക് ഈഴവ വോട്ടുകൾ ഗാൽവനൈസ് ചെയ്യപ്പെട്ടു എന്ന നിരീക്ഷണം പുറത്തു നല്ല വന്നത് LDF കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് വന്നത്. അതുകൊണ്ടാണ് 3 ലക്ഷത്തോളം വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് ആലപ്പുഴ മണ്ഡലത്തിൽ ലഭിക്കുന്നു. 3 ലക്ഷത്തോളം വോട്ടുകൾ V മുരളീധരന് ഇവിടെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ലഭിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമല്ല. ഇപ്പോഴല്ല, കഴിഞ്ഞ ലോക്സഭ. ഇത് സ്വാഭാവികം അല്ല. BJP കൊണ്ട് മാത്രമല്ല, ഈഴവ വോട്ടുണ്ട്. അവിടെ നഷ്ടപ്പെട്ടത് LDFന്റെ കോർ ഈഴവ വോട്ടുകളുടെ ഒരു ഭാഗമാണ്. BJPയിലേക്കാണ് പോയത്. കോൺഗ്രസിലേക്ക് പോവില്ല. BJPയിലേക്കാണ് പോയത്. പക്ഷെ അത് മതിയാവുമോ BJPക്ക് ജയിച്ചു വരാൻ? പോരാ എന്നതാണ്. ആന്റി ഇൻകംബൻസി 2 ചെന്ന ഒരു ഭാഗം BJPക്ക് ലഭിക്കും. പക്ഷെ BJPക്ക് വിജയ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ, തിരുവനന്തപുരം ജില്ലയിലെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് കോർപ്പറേഷൻ ലിമിറ്റിനുള്ളിലെ നേമം ആൻഡ് വട്ടിയൂർക്കാവ് സാധ്യത കുറവാണ്. നേമത്തും കഴക്കൂട്ടത്തുമാണ് BJPയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. പിന്നെ പാലക്കാടാണ് ശോഭാ സുരേന്ദ്രൻ. ഏറ്റവും നിർണായക ഒരു സമയത്ത്, നാവിൻ തുമ്പത്ത് സരസ്വതി കടാക്ഷം ഉണ്ടാകേണ്ട സമയത്ത് മറ്റു ചില കടാക്ഷങ്ങൾ ഉണ്ടായി എന്നത് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രന് ഒരു തിരിച്ചടി അയക്കാം. ഒരു വിവാദത്തിൽ അവസാന നിമിഷം ചെന്നുവിട്ടു, പണം കൊടുത്തു എന്ന വിവാദം അതല്ല, തലേന്ന് കൈകാര്യം ചെയ്ത രീതിയാണ്. ആ കൊടുത്തു എന്ന് പറയുന്ന നല്ല വിഷയം, അതിനെ സമചിത്തതയോടെയാണോ മാധ്യമങ്ങളുടെ മുന്നിൽ അത് കൈകാര്യം ചെയ്തത്? ആ ഒരു വിഷ്വൽ ഓപ്റ്റിക്സ് ഒരുപക്ഷെ ചെറിയ ദോഷം ഉണ്ടാകും. അതില്ല എങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഓൾസോ ഇസ് എ സീരിയസ് കണ്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ UDFന് മൊത്തത്തിൽ മേൽക്കൈയുള്ളപ്പോൾ 3 പേരിലേക്ക് ചുരുങ്ങുന്നു. മറ്റു പേരുകൾ ഒഴിവാക്കാൻ വേണ്ടി ചോദിച്ചത് ഇതാണ്. ശശി തരൂരിനെയോ അല്ലെങ്കിൽ മറ്റൊരു MP-യെയോ പരിഗണിക്കാൻ തക്ക ഒരു മനോഭാവത്തിലായിരുന്നില്ല ഹൈക്കമാൻഡ്. റൈറ്റ്ലി സോ. അടൂർ പ്രകാശ്, കോഴിക്കോട് MP രാഘവൻ തീർച്ചയായും ഉചിതനായ ആളാണ്. മന്ത്രിസഭയിൽ വരാൻ, ഇവരൊക്കെ മത്സരിക്കുന്നത് മുഖ്യമന്ത്രിയാകാനല്ല, മന്ത്രിസഭയിൽ ഒരു ഇടം, അടുത്ത 5 വർഷത്തേക്ക് സംസ്ഥാനത്തൊരു മന്ത്രി, ഇതാണ് ഇവരുടെയൊക്കെ മനസ്സിൽ. അതിനാവശ്യമില്ലല്ലോ എന്നതാണ് കേന്ദ്ര നേതൃത്വത്തിന് തീരുമാനം. അത് കട്ട തീരുമാനമായിരുന്നു. അതിൽ ഒരുപാട് ബാഡ് ബ്ലഡ് ഒഴുകി. തെരഞ്ഞെടുപ്പിന് ശേഷവും അതിന്റെ ചുരുക്കാണ് ഒരു പരിധിവരെ സുധാകരൻ പറയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് വളരെ സങ്കീർണമായ ഒരു നേതൃവിഷയമാണ്. പലപ്പോഴും നേതൃധാരാളിത്തം, നേതൃദാരിദ്ര്യമല്ല, നേതൃധാരാളിത്തമാണ് കോൺഗ്രസിന്റെ തിരിച്ചടി. പ്രോബ്ലം ഓഫ് പ്ലെന്റി എന്ന് പറയാം. ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പൊ ഇപ്പൊ സപ്പോസ് അവര് വന്നു, നമുക്ക് മുഖ്യമന്ത്രിയൊക്കെ റെഡി. പക്ഷെ ഹൗ ഏബിൾ UDF ആർ? സാറ് പറഞ്ഞു ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ പറ്റി സംസാരിച്ചു, അവരെത്ര ഏബിൾ ആണെന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ UDF ആസ് എ ഹോൾ ഇഫ് ദേ കം ടു പവർ, ഇത്രയും കാലം 10 വർഷം LDF ഭരിച്ചു, അതിന്റെ ഭരണ പ്രോബ്ലംസ് എല്ലാം ആൾക്കാർക്ക് അറിയാം, അവർക്ക് ആകെ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ എഗെയിൻ നമ്മൾ എല്ലാ പ്രാവശ്യം മാറി LDF അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ LDF എന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ UDFന് ഇപ്രാവശ്യം 10 വർഷം അവർ ഭരിച്ചിട്ടില്ല. അപ്പൊ ഇനി അവർക്ക് ചേഞ്ച് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ BJP ആണ് പറയുന്നത് മാറാത്തതൊക്കെ മാറ്റി തരുന്ന അവർ പറയുന്നുണ്ട്. പക്ഷെ UDF വന്നാലും അത് ചെയ്യണം. മാറാത്തതൊക്കെ മാറ്റി തന്നാൽ മാത്രമേ എഗെയിൻ അവർക്ക് ഇനി അടുത്ത ചിലപ്പോൾ ഇൻകംബന്റ് ആയിട്ട് തുടരാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് പറയുന്നു സർ? UDFന്റെ അടിസ്ഥാന സ്വഭാവം അങ്ങനെ മാറില്ല. മാറാത്തത് ഒരിക്കലും മാറില്ല. UDF അങ്ങ് മാറുമെന്ന് വിചാരിക്കാനില്ല. UDF വന്നേക്കാം, LDFനെ മാറ്റി UDF വന്നേക്കാം എന്നാണല്ലോ ഈ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടൻഷൻ, ഒരു പോയിന്റ്. പക്ഷെ UDF വന്നാൽ ഏതെല്ലാം തരത്തിലുള്ള കളികൾ കാണേണ്ടി വരും, രാഷ്ട്രീയ കളികൾ. അപ്പൊ ഇവിടെ ഒരു നാഴി മറ്റൊരു നാഴിയിൽ ഇറങ്ങാത്ത ഒരു മനോഭാവം, അത് പൊതുവെ കോൺഗ്രസുകാരുടെ മനോഭാവമാണ്. കോൺഗ്രസുകാർക്ക് 2 നിലയിൽ യുദ്ധം ചെയ്യേണ്ടി വരും. മത്സരിക്കുന്ന ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും സ്വന്തം പാർട്ടിയിലെ സീറ്റ് മോഹികളോട് യുദ്ധം ചെയ്യേണ്ടി വരും, സീറ്റ് കിട്ടാതെ മാറി നിൽക്കുന്നവരോട് യുദ്ധം ചെയ്യേണ്ടി വരും, അതേസമയം തന്നെ മറുപക്ഷത്തോട് യുദ്ധം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഓൾ ഓഡ്സ് ആണ് ഇവർ ജയിച്ചു വരുന്നത്. ജയിച്ചു വന്നാൽ പരസ്പരം യുദ്ധം ചെയ്യേണ്ടി വരും. ഓരോ മന്ത്രിസ്ഥാനത്ത് അടിവെച്ച് മുന്നേറേണ്ടി വരും. അതാണ് മനസ്സിലായി. അപ്പൊ സർ പക്ഷെ ഒരു കാര്യം, വേറെ ഒരു കാര്യം, ഇന്റേണൽ ഫൈറ്റ് ഉണ്ട് നമ്മുടെ കേരളത്തിനുള്ളിൽ തന്നെ സാർ പറഞ്ഞ മാതിരി. പക്ഷെ ഇവരെ നിയന്ത്രിക്കുന്നത് ഹൈക്കമാൻഡാണ് സർ. ഞാൻ പറയാണ്, രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് പിന്നെ ഭരണം പുള്ളി അങ്ങോട്ട് ഏറ്റെടുക്കും, പപ്പറ്റ്സ് ആയിട്ട് ബാക്കി ചീഫ് മിനിസ്റ്റേഴ്സ് ഇരിക്കേണ്ടി വന്നാൽ, അങ്ങനെ ഒരു ചിന്ത നമുക്ക് ചിന്തിച്ചൂടെ? കാരണം അധികവും രാഹുൽ ഗാന്ധിയുടെ ഭാഷയാണ് ഇവിടെ സംസാരിക്കുന്നത്. പാണ്ഡനായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കാറില്ല എന്ന ഒരു ഫലിതം ചിലരെങ്കിലും ഇപ്പോൾ പറയുന്നുണ്ട്. ഹൈക്കമാൻഡ് ഒരു കോൺസെപ്റ്റാണ്, ഒരു എൻറ്റിറ്റിയായി നമ്മൾ ചിലർ കാണുന്നു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, കൂടെ എപ്പോഴും വേണുഗോപാൽ ഉണ്ടാവും, മല്ലികാർജുൻ ഖർഗെ ഉണ്ടാവും. ടോംസിന്റെ കാർട്ടൂണുകളിലൊക്കെ എപ്പോഴും ഒരു പട്ടിയുടെ വാല് കാണും എന്നതുപോലെ ഈ 2 പേരും കൂടെ കാണും. പക്ഷേ ഡി ഫാക്ടോ ഹൈക്കമാൻഡ് ഈസ് ദി ഡൈനസ്റ്റി, ദാറ്റ് ഈസ് ദ ട്രയോ. സോണിയാഗാന്ധിക്ക് വയ്യ, പ്രായമായി, അസുഖങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി ഒരുപക്ഷെ നിന്ന നിൽപ്പിൽ അങ്ങ് പോവും, എവിടെങ്കിലും പോവും, പിന്നെ തിരിച്ചു വരും. പിന്നെ ഒരു സ്റ്റെബിലൈസിങ് ഫാക്ടർ പ്രിയങ്ക ഗാന്ധിയാണ്. അപ്പൊ ഇവര് 3 പേരും ഒക്കെയാണ് ആത്യന്തികമായി തീരുമാനിക്കുന്നത്. ഇവരെങ്ങനെ തീരുമാനിക്കണം എന്ന ഇൻപുട്ട് കൊടുക്കുന്ന പലപ്പോഴും KC വേണുഗോപാൽ. അവിടെ മല്ലികാർജുൻ ഖർഗെ പോലുമല്ല, KC വേണുഗോപാലാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിശ്വസ്തൻ. അപ്പൊ അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് എന്താണ് തീരുമാനിക്കുന്നത്. അടി മൂക്കുമ്പോൾ KC വേണുഗോപാൽ കൊടുക്കുന്ന ഇൻപുട്ട് എന്താവും? മറ്റാരും ഇല്ല എങ്കിൽ താൻ തയ്യാർ എന്നാവുമോ? അതോ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഹൈക്കമാൻഡ്, ഇപ്പോൾ ഹൈക്കമാൻഡ് ആണ് തീരുമാനമെടുക്കുന്നത് എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. സ്ഥാനമോഹികളെല്ലാം പറയുന്നു തങ്ങളല്ല, ഹൈക്കമാൻഡ് ആണ്. പക്ഷെ ആ ഹൈക്കമാൻഡ് ആര് എന്നതാണ് വിഷയം. ആ ഹൈക്കമാൻഡ് സൂപ്പർ ഹൈക്കമാൻഡ്, ഹൈക്കമാൻഡിന്റെ മേലുള്ള ഹൈക്കമാൻഡ് എന്ന നിലയിൽ KC വേണുഗോപാലിന് പ്രവർത്തിക്കാനാവുമെങ്കിലും അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിലും ഉറപ്പായി അദ്ദേഹത്തെ മാറ്റി നിർത്താനാവില്ല. പക്ഷേ ഇനിയും തനിക്ക് പല അംഗത്തിന് ബാല്യമുണ്ട്. ഇതൊക്കെ എത്ര നിസ്സാരം, തന്നെ തേടി ഇതിനേക്കാൾ വലുത് ചിലത് വരാനുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരണ്ട, ഇത് ശർക്കരക്കുടമാണ് എന്ന് വേണുഗോപാൽ തീരുമാനിക്കുകയാണെങ്കിൽ, ഇത് ശർക്കരക്കുടമാണ്, കൈയിട്ടാൽ ശർക്കര മുഴുവനൊന്നും എടുക്കാനാവില്ല. ഒരു ലേശം കൈവിരലിൽ പറ്റുന്നത് ഭക്ഷിക്കാം. അത് പോരാതെ വന്നാൽ കുടം തന്നെ തനിക്ക് ഇത് അധികാരത്തിന്റെ കുടമാണ്. ഇപ്പോൾ അതത്ര സുരക്ഷിതമല്ല എന്നൊരു ചിന്തയുണ്ട്. അത് മാത്രമല്ല, ഒരുപക്ഷെ എല്ലാ ദിവസവും രാവിലെ ശ്രീ KC വേണുഗോപാൽ ചെട്ടി ഉണരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്യുന്ന രംഗം കണ്ടുകൊണ്ടാണ്. അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് ഏതാണ്? ഞാൻ ഒരു സീറ്റ് കണ്ടുവച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് വ്യക്തിപര പരിചയം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഈ ഡിസ്കഷൻ പറയുന്നു എന്നേ ഉള്ളൂ. അത് ഇരിക്കൂർ സീറ്റാണ്. അത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ സീറ്റാണ്. ഏതെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ കോൺഗ്രസിന് ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉണ്ട്. മറ്റ് എല്ലാ പ്രതിബന്ധ ഘടകങ്ങളും അതിജീവിച്ച് അപ്പോൾ ഇരിക്കൂർ മത്സരം ജയിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി അത് സജീവ് ജോസഫാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തി, അദ്ദേഹം വില്ലിംഗ് ആണെങ്കിൽ മാത്രം, ഒഴിഞ്ഞു കൊടുക്കാൻ വില്ലിംഗ് ആണെങ്കിൽ മാത്രം. ഏതായാലും പറവൂര് VD സതീശനെ മാറ്റിയിട്ട് അവിടെ മത്സരിക്കാൻ പറ്റില്ലല്ലോ. അവിടെ അതും ഇദ്ദേഹം മത്സരിച്ചാൽ ജയിക്കുമെന്ന് ഉറപ്പില്ലല്ലോ. പിന്നൊരു വിഷയമുണ്ട്, മുസ്ലിം ലീഗിന്റെ ഈ താനൂർ, തിരൂർ, തിരൂരങ്ങാടി, വേങ്ങര ഇങ്ങനെയൊക്കെയുള്ള സീറ്റുകളുണ്ട്.
എങ്ങനെയെന്ന് ആരെങ്കിലും മാറിക്കൊടുക്കുമോ? പക്ഷെ അവര് മാറിക്കൊടുക്കില്ല. അതിപ്പോ സാർ പറയാൻ പോയത് കൊടുത്തല്ലോ, ഒരിക്കൽ കൊടുത്തു. AK ആന്റണി പിന്നെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചല്ലോ, തിരൂരങ്ങാടി സീറ്റിൽ ജയിച്ചല്ലോ, ഒരിക്കൽ ജയിച്ചല്ലോ. നേമം സീറ്റിൽ ഒരിക്കൽ K കരുണാകരൻ മത്സരിച്ച് ജയിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ. അപ്പൊ മുൻപ് ജയിച്ച് മുഖ്യമന്ത്രിയായവരുണ്ട്, മുൻപ് മന്ത്രിയായി 6 മാസത്തിനുള്ളിൽ മത്സരിച്ച് വീരചരമം അടഞ്ഞവരുമുണ്ട്. K മുരളീധരനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം അങ്ങനെ ഉണ്ടിരുന്ന മുരളീധരൻ ഒരു വിളി വന്നു എന്ന് പറഞ്ഞാൽ നല്ല ഒരു സമയം. KPCC പ്രസിഡന്റാണ്, അദ്ദേഹത്തിന് മന്ത്രിയാകാൻ ഒരു മോഹം. ചിലർ പറഞ്ഞു, ചേട്ടാ നല്ലതാണ് മന്ത്രിസ്ഥാനം, KPCC പ്രസിഡന്റിനേക്കാൾ നല്ലതാണ്. അദ്ദേഹം ചാടി പുറപ്പെട്ടു, മന്ത്രിയായി. നല്ല മന്ത്രിയുമായിരുന്നു കേട്ടോ. അദ്ദേഹം വഹിച്ച സ്ഥാനങ്ങളിലെല്ലാം നന്നായി ശോഭിച്ചയാളാണ് ശ്രീ K മുരളീധരൻ. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല, ഏതായാലും മത്സരിക്കുന്നു. പക്ഷെ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ ഉണ്ടെന്നൊന്നും ഒരു രീതിയിലും K മുരളീധരൻ അദ്ദേഹം യോഗ്യനാണ്. എന്തുകൊണ്ട് അയോഗ്യനാണ്? അദ്ദേഹം നായർ സമുദായത്തിൽപ്പെടുന്ന ആളാണ്. ഒരുപക്ഷെ വട്ടിയൂർക്കാവിൽ അദ്ദേഹം വിജയിച്ചു വന്നേക്കാം. അപ്പൊ അദ്ദേഹവും കണ്ടന്ററാണ്. അങ്ങനെ നോക്കിയാൽ സീനിയറാണ്, KPCC പ്രസിഡന്റ് ആയിരുന്നല്ലോ. കരുണാകരന്റെ മകന് K കരുണാകരന്റെ മകനല്ലേ? ആ പെഡിഗ്രി അതുപോലെ ഉണ്ട്. പത്മജയ്ക്ക് പലപ്പോഴും ഇല്ലാതെ പോയത് ഒരിക്കൽ പലപ്പോഴും മാറി ചിന്തിച്ചു. ഇടതുപക്ഷ ഇപ്പം DICK ഉണ്ടാക്കി പോയില്ലേ, പക്ഷെ തിരിച്ചു വന്നു, യഥാർത്ഥ സമയത്ത് തിരിച്ചു വന്നു. വീണ്ടും കോൺഗ്രസിന്റെ അകത്തളങ്ങളിൽ സ്ഥാനം നേടി. പക്ഷെ ഹൈക്കമാൻഡിന്റെ ഒക്കെ മനസ്സിൽ മുരളീധരൻ ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ വന്നാൽ മുരളീധരൻ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചങ്ങ് പരാജയപ്പെട്ടു. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ടു, മാറി. അപ്പൊ ഇതുപോലെ ഒരു സംഭവം എന്തുകൊണ്ട് മുരളീധരൻ സിൻഡ്രോം എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? അപ്പൊ വെറുതെ എന്തിനാണ് ഇപ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? പിന്നെ ഒരിക്കലും രാഷ്ട്രീയ ഭാവി ഉണ്ടാവില്ല. അങ്ങനെ ഒരു പരാജയം ഉണ്ടായാൽ, മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന ഒരാൾ മത്സരിച്ച് പരാജയപ്പെട്ട ചരിത്രമില്ല നാളിൽ വരെ. ഒരു മുഖ്യമന്ത്രി അങ്ങനെ പരാജയപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് പരാജയപ്പെട്ടാൽ രാഷ്ട്രീയ വനവാസത്തിന് അദ്ദേഹത്തിന് പോകേണ്ടി വരും. അത്രത്തോളം റിസ്ക് എടുക്കാൻ ഒരുപക്ഷെ KC വേണുഗോപാൽ തയ്യാറാവില്ല. അതുകൊണ്ട് എന്റെ ടേക്ക്, ദി കോൺട്രാസ്റ്റ് ഈസ് ബിറ്റ്വീൻ രമേശ് ചെന്നിത്തല ആൻഡ് VD സതീശൻ ഇൻ ട്രൂ സ്പിരിറ്റ്. എനിവൺ അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോഴും തലയെണ്ണുമ്പോൾ ഈ 2 പേരുകളുമല്ല വരാൻ പോകുന്നത്. KC വേണുഗോപാലിന്റെ പേരായിരിക്കും വരാൻ പോകുന്നത് തലയെണ്ണുമ്പോൾ. കാരണം KC വേണുഗോപാലിന്റെ ഹാൻഡ് പിക്ഡ് നോമിനീസ് ആണ് ലെജിസ്ലേറ്റീവ് പാർട്ടിയിൽ ഏറെ പേർ. അപ്പൊ അവർ ചിലപ്പോൾ പറയും 2 പേരാണ് കൊടുക്കുന്നത്, പക്ഷെ ഞങ്ങൾക്ക് 3ാമതൊരു പേര് പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡ് ഒരു പക്ഷെ അത് കേൾക്കും. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യവും കൂടുതൽ പേര് പറഞ്ഞ പേര് രമേശ് ചെന്നിത്തലയുടെ പേരാണല്ലോ. സതീശന്റെ പേര് കുറച്ചു പേരാണല്ലോ പറഞ്ഞത്. പക്ഷെ സതീശനെയാണ് പ്രതിപക്ഷ നേതാവായി ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തത്. അപ്പൊ അതുകൊണ്ട് ഹൈക്കമാൻഡിന് ഒരു വിലയുണ്ടാകണമെങ്കിൽ ഭൂരിപക്ഷം പേരും പറയുന്ന പേര് തെരഞ്ഞെടുത്താൽ പിന്നെന്താ ഒരു വില? അപ്പൊ സ്വാഭാവികമായി സ്വാഭാവികം. ഇതിപ്പം ഹൈക്കമാൻഡിന് ഒരു വില ഉണ്ടാകണമെങ്കിൽ ഇല്ല, തങ്ങൾക്ക് ചില ചിന്തകളുണ്ട്, അതിതാണ് എന്ന് പറഞ്ഞാൽ ആരും പിന്നെ അനങ്ങില്ല. എല്ലാവരും ഒരു കൺസെൻസസ് എന്ന നിലയിൽ അംഗീകരിക്കും. ആ രീതിയിലുള്ള പൊട്ടിത്തെറിയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. കോൺഗ്രസ് പാർട്ടിയിൽ പടലപടക്കങ്ങളുണ്ട്, പാരയൊക്കെ ഉണ്ടാവും. ഏതാനും മാസം ഒന്ന് കഴിയട്ടെ, വിഷയങ്ങൾ വരും. ആ വിഷയങ്ങളോടുള്ള പുതിയ മുഖ്യമന്ത്രിയുടെ സമീപനമാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മത സാമുദായിക സംഘടനകൾ ഒരു കാര്യം പറഞ്ഞു വെച്ചല്ലോ. AK ആന്റണി 2 പതിറ്റാണ്ട് മുമ്പ് കണ്ണീരോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഈ സീറ്റ് ഒരു ശരശയ്യായി തോന്നുന്നു. ചില സമ്മർദ്ദങ്ങൾ, അത് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നാണ്. 5ാം മന്ത്രി 6ാം മന്ത്രി പല കാര്യങ്ങളുണ്ടല്ലോ. ഈ സമ്മർദ്ദങ്ങൾ താങ്ങാനാവുന്ന ഒരു ലിമിറ്റില്ലേ എന്നാണ് ആന്റണി ചോദിക്കുന്നത്. അതൊരു ഗദ്ഗതകണ്ഠനായ ചോദിക്കുകയാണത്. ഇത് പുതിയ മുഖ്യമന്ത്രി അതേ രീതിയിൽ ചോദിക്കേണ്ടി വരുമോ? മുസ്ലിം ഇതാണ് LDF BJP എല്ലാം പ്രൊജക്ട് ചെയ്യുന്ന ചിത്രം ഇതാണ്. There is going to be a wave in Malabar. The Muslim community this time vote almost en bloc, except a few splinter groups to UDF. അത് മതിയാകും വിജയത്തിന്. പിന്നെ മറ്റു ഭാഗങ്ങളിലുള്ള മുസ്ലിം 28% കേരള ജനസംഖ്യയിൽ മുസ്ലിങ്ങളുടെ ഒരു നല്ല പങ്ക് UDF കൂട്ടിയതാൽ LDF-ൽ നിന്ന് ആണ് മുസ്ലിങ്ങൾ പലതും അടർന്നു വരുന്നത്. നല്ല ഇൻട്രോട്സ് ഉണ്ടാക്കി 2000-കളിൽ. ആദ്യ 20 വർഷം 2000 മുതൽ 2020 വരെയുള്ള ചരിത്രത്തിൽ മുസ്ലിം സമുദായത്തിന് നല്ലൊരു പങ്ക് LDF-നെ ആക്രമണിച്ച് സഹായിച്ചതുകൊണ്ടാണ് തുടർ ഭരണം ലഭിച്ചത്. അതിപ്പോൾ ഇല്ല, അത് UDF-ന് അനുകൂലമാണ്. അപ്പോൾ അതിനൊരു വില കൊടുക്കേണ്ടി വരില്ലേ? ഈ ചോദ്യം വളരെ പ്രബലമാണ്. അപ്പൊ സാർ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. നമുക്ക് നോക്കാം. ഇപ്പൊ കൗണ്ടിങ് വരുന്നുണ്ട്. May 4th UDF വരും എന്നാണ് സാർ പറയുന്നത്. അത് എത്ര മെജോറിറ്റിയിൽ അവർ ജയിക്കും എന്നുള്ളത് നമുക്ക് ഈ കൗണ്ടിങ് കഴിഞ്ഞിട്ട് കണ്ടറിയാം.